ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇപ്പം ഞാൻ ക്വാറൻറ്റീനിലായതുകൊണ്ട് ഞാൻ കുടിക്കുന്നൊരു ഹെൽത്തി ആയിട്ടുള്ള കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. 4 ഗ്ലാസ് വെള്ളം കൊണ്ടാണ് ഞാനിവിടെ കോഫി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കോഫി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കരിഞ്ജീരകം, 1 പിടി കൃഷ്ണതുളസി, പിന്നെ കുറച്ച് ചുക്കും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കോഫിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കോഫി പൗഡർ 1/2 ടീസ്പൂണും വേണം. ഇനി ഇതുണ്ടാക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമുക്കിതിലേക്ക് കരിഞ്ജീരകവും ചുക്കും കൃഷ്ണതുളസിയും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. കോഫി പൗഡർ ചേർത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കോഫി പൗഡർ ചേർത്തതിന് ശേഷം ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കോഫി ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതിനുശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഈ കാപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലിപ്പോൾ എക്സ്ട്രാ വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം മരണം ഒഴികെയുള്ള മറ്റെല്ലാ അസുഖത്തിനും പ്രതിവിധിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഷുഗറും പ്രഷറും ഒക്കെ കൂടുതലുള്ളവർക്ക് ഇത് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ അലർജി, അണുബാധ ഇതിനെതിരെയൊക്കെ കരിഞ്ജീരകം നല്ലൊരു പ്രതിവിധിയാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പിന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കരിഞ്ജീരകം നല്ലൊരു പ്രതിവിധിയാണ്. ഈ ഒരു കോവിഡ് കാലത്ത് ദിവസവും 1 നേരമെങ്കിലും കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള കോഫിയാണിത്. എന്തായാലും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക്